രന രന രനു രേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ വർഷമാണ്. അപ്പോൾ 2025 നമ്മൾ എങ്ങനെയാണ് വരവേൽക്കുക എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ്. കൂടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മഹാവിഷ്ണു ക്ഷേത്രം ഈ അടുത്താണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ പറയുമ്പോൾ പെരുമാൾ കോവിലാണ്. ഇത് പെരുമാൾ തിരുപ്പതി ശ്രീനിവാസ പെരുമാൾ ടെമ്പിളാണ് കേട്ടോ. ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് അമ്പലം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. ചിലപ്പം നമ്മുടെ ഇത് സിറ്റി ആണല്ലോ, അപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനെയല്ല, കുറച്ചുള്ളിലേക്ക് കയറിയാണ് അമ്പലം. അതുമല്ല ഒരു മലയുടെ മുകളിൽ, മലയല്ല ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തിരക്കോ ബഹളങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. വേറൊരു നാട്ടിൻ പ്രദേശത്ത് പോയേക്കണ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വ്യാഴാഴ്ചകളിൽ ഇനി ഇവിടെ വരണം എന്നൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. വരാൻ പറ്റുമെന്ന് വിചാരിക്കണം. തൊട്ടടുത്തല്ലേ, അപ്പോൾ എനിക്ക് തന്നെ സ്കൂട്ടറിനൊന്ന് പോയി വരാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാവരും വന്നില്ലെങ്കിലും എനിക്കങ്ങനെ രാവിലെ തന്നെ പോയി വരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഇതുപോലെ പൊങ്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു 2 തരം പൊങ്കലും കിട്ടി, ചക്കരപ്പൊങ്കലും വെൺപൊങ്കലും. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നത് കഴിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോരുന്നത്. ഇനിയിപ്പോൾ എങ്ങോട്ടും പോകാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ 2025 ഒരുപാട് പേര് നിറയെ റെസൊല്യൂഷൻസൊക്കെ എടുത്ത് കാണും. ഇനി ഒരു റെസൊല്യൂഷനും ഈ തവണ വേണ്ട, ഇതൊന്നും ഞാൻ ചെയ്യാൻ പോണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും നമുക്ക് ലൈഫിൽ നിത്യേന നമ്മൾക്ക് ശീലിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ. വേറൊന്നുമല്ല, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമുക്ക് നിത്യേന ശീലിക്കാവുന്ന ഒരു കാര്യം, അത് നമ്മുടെ ലൈഫിൽ നിറയെ പോസിറ്റിവിറ്റി കൊണ്ടുവരും. അതിപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്ക് പോലും നമുക്ക് ശീലിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ നമ്മൾ ആ ഒരു കാര്യം ശീലിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി അവർക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. വേറൊന്നുമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. എത്ര പേരത് നിത്യേന ശീലിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ചിട്ട കൊണ്ടുവരാൻ പറ്റും. എന്തായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് തറയിൽ ചവിട്ടുന്നതിന് മുന്നേ തന്നെ ഈശ്വര എന്നൊന്ന് വിളിക്കുക. അതിപ്പോൾ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുക ആ മതത്തിലുള്ള നമ്മൾ വിശ്വസിക്കുന്ന ആ ഭഗവാനെ സർവേശ്വരനെ വിളിക്കുക. അതുകൂടാതെ നമുക്ക് ആ ദിവസം നമ്മൾ ജീവനോടെ ഇരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ആ ദിവസം കിട്ടിയത്. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി കിട്ടിയതിന് നന്ദി പറയുക. ആദ്യം തന്നെ നമ്മൾ ഈശ്വരനോട് നന്ദിയാണ് പറയേണ്ടത്. നമുക്ക് ഈ നിമിഷം വരെ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. കൂടാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഒരു ക്ഷമ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കണമെന്ന് ഭഗവാനോട് പറയാം. ആ ക്ഷമാപണത്തിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഭഗവാനെ അങ്ങ് സമർപ്പിച്ചേക്കാം. നമ്മളെ തന്നെ ആ ഈശ്വരന് സമർപ്പിച്ചേക്കാം. ഏത് മതത്തിലുള്ളതാണെങ്കിലും ഇപ്പം ഞാനിവിടെ എൻ്റെ ഹിന്ദു മതത്തിൽ ഞാൻ ജനിച്ചു വളർന്നുകൊണ്ട് ഞാൻ ആ മതത്തിലാണ് വിശ്വസിച്ച് പോരുന്നത്. അപ്പം ഞാനെല്ലാം സമർപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ യേശുവിനെ ആണെങ്കിലും മാതാവിനെ ആണെങ്കിലും അള്ളാഹുവിനെ ആണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരന് മുന്നിലെല്ലാം സമർപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റിവിറ്റി ആട്ടോ കൊണ്ടുവരാം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട്
നമ്മൾ ഈശ്വരനോട് ആദ്യം തന്നെ ആ ദിവസം നമുക്ക് കിട്ടിയ എല്ലാ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ നന്ദി പറയാം. അതുപോലെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ക്ഷമയും ചോദിക്കുക. അതുപോലെ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കിടന്നുറങ്ങുന്നത്. ആ കിടന്നുറങ്ങി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വരുന്ന ആ ദിവസം ഏറ്റവും നന്നായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ആ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും കൂടെ ഈശ്വരനെ സമർപ്പിച്ചിട്ട് തന്നെ നമ്മൾ കിടന്നുറങ്ങുക. അങ്ങനെ നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ ഒന്നില്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ഓർത്താൽ മതി, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുകൂടെ നമ്മൾ ഓർക്കുക. ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് നല്ലത് വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ഇങ്ങനെ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ശീലിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 2017 സമയത്താണ് ഞാനിത് ശരിക്കും കമ്പൽസറി ആയിട്ട് ഞാൻ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ ചെയ്തു തുടങ്ങിയത്. ആ ചെയ്തു തുടങ്ങി ശരിക്കും ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു വ്യത്യാസം എൻ്റെ മനസ്സിൽ വരുന്ന ആ ചിന്തകളിലുള്ള ആ പോസിറ്റിവിറ്റി കൂടുന്നതൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയും കൂടി ചൊല്ലും, രാവിലെയും രാത്രിയും. അതെൻ്റെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള മതത്തിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്, പക്ഷേ അത് നമുക്ക് വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊരു റെസൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്ക് നമ്മുടെ കുട്ടികളെയും കൂടെ ശീലിപ്പിക്കാം കേട്ടോ. കുട്ടികളെ ഈ പ്രായത്തിൽ തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ലൈഫിൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നണേ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്. അതുപോലെ ഒന്നാണ് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു തോട്ട്. അപ്പോൾ എൻ്റെ ചില ചിന്തകളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യണേ. എനിക്കത് വളരെ പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് ശീലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് ശീലിച്ച് തുടങ്ങുക. ഇനി ദിവസവും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിനൊരു ചിട്ട ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലല്ലെങ്കിലും നമ്മൾക്കൊരു മനോധർമ്മം ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടൊരു ചിട്ട കൊണ്ടുവരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ടാറ്റ, ബൈ ബൈ.